ക്രിസ്റ്റലൈൻ പദാർത്ഥത്തിൻ്റെ പാർട്ടിക്കിളുകളുടെ അറേഞ്ച്മെൻറ്റ് നിങ്ങളൊന്ന് പരിശോധിക്കും. ചിത്രത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റാണ് ക്രിസ്റ്റലിനുള്ളത്. ആ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസസ് എന്ന് പറയുക. ആ ക്രിസ്റ്റൽ ലാറ്റിസസിനെ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പ്രത്യേക ഭാഗം, എ സ്മോൾ പോർഷൻ ഈസ് റിപ്പീറ്റഡ്ലി അറേഞ്ച്ഡ് to get the entire crystal structure or crystal lattice. And that repeated portion is called unit cell, and the entire arrangement of particles in a crystal is called crystal lattice. ക്രിസ്റ്റൽ ലാറ്റിസിലെ പാർട്ടിക്കിൾസിനെ ഓരോ പോയിൻ്റായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് ചിത്രത്തിൽ നിന്ന് വ്യക്തമാകും, പാർട്ടിക്കിൾസിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുക ലാറ്റിസ് പോയിൻ്റ് എന്നാണ്. സോ ദർ വിൽ ബി എ നമ്പർ ഓഫ് ലാറ്റിസ് പോയിൻറ്റ്സ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഓരോ പോയിന്റും ഓരോ പാർട്ടിക്കിളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ആൻഡ് ദിസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ മേ ബി ആൻ ആറ്റം, എ മോളിക്യൂൾ ഓർ ആൻ അയോൺ. ഈ ലാറ്റിസ് പോയിന്റ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അവയുടെ ഘടന മനസ്സിലാക്കാൻ ഈ ലാറ്റിസ് പോയിന്റ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കും. ആ ബന്ധിപ്പിക്കുന്നതിന് so we use straight lines. How many crystal lattices are possible? എത്ര തരം ക്രിസ്റ്റൽ ലാറ്റിസസ് ഉണ്ട്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയത് ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായ അഗസ്റ്റേ ബ്രേവിസ് ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ലാറ്റിസസിന് അദ്ദേഹം കണ്ടെത്തിയ വിവിധ തരം ക്രിസ്റ്റൽ ലാറ്റിസസിന് ബ്രേവിസ് ലാറ്റിസസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു 14 അറേഞ്ച്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ 14 ക്രിസ്റ്റൽ ലാറ്റിസസ് ആണ് നിലവിലുള്ളത്. There are only 14 possible 3-dimensional lattices or crystal lattices, and these crystal lattices are called Bravais lattices. ഈ 14 ബ്രേവിസ് ലാറ്റിസസ് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസസിനെയും യൂണിറ്റ് സെല്ലിനെയും കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ബ്രേവിസ് ലാറ്റിസസിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു വരാം. എങ്ങനെയാണ് 14 ബ്രേവിസ് ലാറ്റിസസ് സാധ്യമാകുന്നത്? നമുക്കത് മനസ്സിലാകണമെങ്കിൽ യൂണിറ്റ് സെല്ലുകളുടെ ചില പ്രത്യേകതകൾ നാം തിരിച്ചറിയണം. We have to understand the characteristic features of unit cells. A unit cell is characterized by its dimensions along the 3 edges A, B, and C. The second property that determines the characteristic features of a unit cell is angles between the edges alpha, beta, and gamma. Alpha is the angle between the sides or the edges B and C. Beta is the angle in between the edges A and C. Whereas gamma is the angle in between A and B. എഡ്ജ് ലെങ്തുകളായ എ, ബി, സി എന്നിവയും ആംഗിളുകളായ ആൽഫ, ബീറ്റ, ഗാമ എന്നിവയും വ്യത്യസ്തമാകുന്നതിലൂടെ 7 തരം പ്രിമിറ്റീവ് ക്രിസ്റ്റൽ സിസ്റ്റംസ് സാധ്യമാണ്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം എന്നത് ക്യൂബിക്കാണ്. ഇവിടെ A = B
equal to C, and the angles alpha equal to gamma equal to beta equal to 90 degree. Tetragonalil A equal to B not equal to C. എയുടെയും ബിയുടെയും ലെങ്ത് തുല്യമായിരിക്കും, എന്നാൽ സിയുടേത് വ്യത്യസ്തമായിരിക്കും. 3 ആംഗിളുകളും ആൽഫ, ബീറ്റ, ഗാമ എന്നീ 3 ആംഗിളുകളും 90 ഡിഗ്രി ആയിരിക്കും. മൂന്നാമത്തെ യൂണിറ്റ് സെൽ എന്ന് പറയുക ഓർത്തോറോംബിക്കാണ്. ഇവിടെ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, അതായത് എ, ബി, സി എന്ന 3 എഡ്ജ് ലെങ്തുകളും വ്യത്യസ്തമായിരിക്കും. എന്നാൽ 3 ആംഗിളുകളും ആൽഫ, ബീറ്റ, ഗാമ എന്ന 3 ആംഗിളുകളും തുല്യമായിരിക്കും. അതിൻ്റെ അളവ് 90 ഡിഗ്രി ആയിരിക്കും. അടുത്തത് റോംബോഹീഡ്രൽ എന്നതാണ്. റോംബോഹീഡ്രലിനെ കുറിച്ച് പറയുമ്പോൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, 3 എഡ്ജ് ലെങ്തുകളും തുല്യമായിരിക്കും. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ആൽഫ, ബീറ്റ, ഗാമ എന്നീ 3 ആംഗിളുകളും തുല്യമായിരിക്കും, എന്നാൽ അത് ഒരിക്കലും 90 ഡിഗ്രി എന്ന ആംഗിൾ ആയിരിക്കത്തില്ല. അടുത്തത് ഹെക്സഗണലാണ്. ഹെക്സഗണലിൽ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. എയുടെയും ബിയുടെയും എഡ്ജ് ലെങ്ത് തുല്യമായിരിക്കും, എന്നാൽ സി വ്യത്യസ്തമായിരിക്കും. ആൽഫ, ബീറ്റ എന്ന 2 ആംഗിളുകൾ 90 ഡിഗ്രി ആയിരിക്കും. ഗാമ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. മോണോക്ലിനിക് എന്നതാണ് അടുത്തത്. മോണോക്ലിനിക്കിൽ 3 എഡ്ജ് ലെങ്തുകളും വ്യത്യസ്തമായിരിക്കും. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ആംഗിളുകൾ നോക്കിയാൽ ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. ആൽഫയും ഗാമയും 90 ഡിഗ്രി ആയിരിക്കും, എന്നാൽ ബീറ്റയുടെ അളവ് വ്യത്യസ്തമായിരിക്കും. ഏറ്റവും അവസാനത്തത് ട്രൈക്ലിനിക്കാണ്. അവിടെ എഡ്ജ് ലെങ്തുകളെല്ലാം വ്യത്യസ്തമായിരിക്കും, ആംഗിളുകളെല്ലാം വ്യത്യസ്തമായിരിക്കും. അത് ഒരിക്കലും 90 ഡിഗ്രി ആയിരിക്കുകയുമില്ല. അതായത് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഇത്രയും ക്രിസ്റ്റൽ സിസ്റ്റംസ്, പ്രിമിറ്റീവ് ക്രിസ്റ്റൽ സിസ്റ്റംസ് സാധ്യമാണ്. എഡ്ജ് ലെങ്തുകളും ആംഗിളുകളും വ്യത്യാസപ്പെടുന്നതനുസരിച്ച് വിവിധ തരം ക്രിസ്റ്റൽ സിസ്റ്റംസ് രൂപപ്പെടുന്നത് നാം മനസ്സിലാക്കി. ഒരു യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നതും യൂണിറ്റ് സെല്ലിനെ സംബന്ധിച്ച് പ്രധാനമാണ്. We can classify the unit cells into 2 on the basis of the position of particles. യൂണിറ്റ് സെല്ലുകളെ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയി തിരിക്കാം. ഒന്നാമത്തത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, രണ്ടാമത്തത് സെൻറ്റേഡ് യൂണിറ്റ് സെൽസ്. സെൻറ്റേഡ് യൂണിറ്റ് സെൽസ് 3 തരത്തിലുണ്ട്: ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ് ആൻഡ് എൻഡ് സെൻറ്റേഡ്. നമുക്കാദ്യം പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ കുറിച്ച് മനസ്സിലാക്കാം. When constituent particles are present only on the corner positions of a unit cell, it is called as primitive unit cell. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണറുകളിൽ മാത്രം 8 കോർണറുകളിൽ മാത്രം പാർട്ടിക്കിൾസ് കാണപ്പെടുകയാണെങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലിനെ നാം വിളിക്കുക പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നാണ്. ഇനി സെൻറ്റേഡ് യൂണിറ്റ് സെല്ലുകളെ കുറിച്ച് നോക്കാം. സെൻറ്റേഡ് യൂണിറ്റ് സെൽ പ്രധാനമായും
3 തരത്തിലാണുള്ളത്: ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ് ആൻഡ് എൻഡ് സെൻറ്റേഡ്. ബോഡി സെൻറ്റേഡിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ പോലെ 8 കോർണറുകളിലും പാർട്ടിക്കിൾസ് കാണും. അതുകൂടാതെ യൂണിറ്റ് സെല്ലിൻ്റെ മധ്യഭാഗത്തായി സെൻറ്ററിലായി ഒരു പാർട്ടിക്കിൾ അഡീഷണലായി കാണും. ഫേസ് സെൻറ്റേഡിലാണെങ്കിൽ ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ പോലെ 8 കോർണറുകളിലും പാർട്ടിക്കിൾസിനെ കാണാം. അതുകൂടാതെ ഓരോ ഫേസിലും, സാധാരണഗതിയിൽ ഇവിടെ 6 ഫേസ് കാണും. 6 ഫേസിലും ഓരോ പാർട്ടിക്കിൾ കൂടി ഉണ്ടാകും. എൻഡ് സെൻറ്റേഡ് ആണെങ്കിൽ 8 കോർണറുകളിലും പാർട്ടിക്കിൾസ് കാണും. അതുകൂടാതെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസസിൽ പാർട്ടിക്കിളുകൾ ഉണ്ടാകും. ബ്രവേസ് ലാറ്റിസസ് എത്ര തരം എന്ന മുൻ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ക്യൂബിക് സിസ്റ്റം ഉദാഹരണമായെടുത്ത് ഞാനത് വിശദീകരിക്കുകയാണ്. ക്യൂബിക് 3 തരത്തിൽ രൂപം കൊള്ളാം എന്നാണ് ബ്രവേസ് പറയുന്നത്. അവ പ്രിമിറ്റീവ് ക്യൂബിക്, BCC എന്ന ബോഡി സെൻറ്റേഡ് ക്യൂബിക്, FCC എന്ന ഫേസ് സെൻറ്റേഡ് ക്യൂബിക്. ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കത് വ്യക്തമാകുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അതുപോലെ 7 ക്രിസ്റ്റൽ സിസ്റ്റങ്ങളും ഇത്തരത്തിൽ വിവിധ തരം ക്രിസ്റ്റൽ ലാറ്റിസസ് അഥവാ ബ്രവേസ് ലാറ്റിസസ് രൂപീകരിക്കുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം നോക്കിയാൽ ടെട്രാഗണൽ സിസ്റ്റത്തിന് 2 തരം ബ്രവേസ് ലാറ്റിസസ് ഉണ്ട്: പ്രിമിറ്റീവും ബോഡി സെൻറ്റേഡും. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഓരോ ക്രിസ്റ്റൽ സിസ്റ്റവും രൂപീകരിക്കുന്ന ബ്രവേസ് ലാറ്റിസസ് ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കൂ. അവ എല്ലാം ചേർത്ത് എണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാകും 14 ബ്രവേസ് ലാറ്റിസസ് ഉണ്ടെന്നുള്ളത്. ക്രിസ്റ്റൽ ലാറ്റിസസിനെ കുറിച്ചും യൂണിറ്റ് സെല്ലുകളെ കുറിച്ചുമുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ പ്രോത്സാഹനം ലൈക്കുകൾ തന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും പ്രകടിപ്പിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. കെം കേരളയുടെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.